അപ്പോൾ എന്താണ് പ്ലാറ്റ്ഫോം? എൻ്റെ ഒരു കുഞ്ഞ് കാറുണ്ട് കേട്ടോ. നമുക്ക് ഈ പ്ലാറ്റ്ഫോം എന്താണെന്ന് നോക്കിയാലോ. കാറിൻ്റെ പ്ലാറ്റ്ഫോം എന്താ? അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാറിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റത്തെ മുന്നത്തെ എഞ്ചിൻ സെക്ഷനിലെ അത് ഈ അടിയത്തെ ഒരു ലെയർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബേസിക് ലെയർ ഓഫ് കാർ അങ്ങനെ വേണമെന്ന് പറയാം, അല്ലെങ്കിൽ ബേസിക് ബ്ലൂ പ്രിൻറ്റ്, അതാണ് ഒരു പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും K1, K2, K3, ഹ്യുണ്ടായിയുടെ കാര്യത്തിലാണെങ്കിൽ, ഹാർടെക് പ്ലാറ്റ്ഫോം, മാരുതിയുടെ കാര്യത്തിലാണെങ്കിൽ, അങ്ങനെ കുറേ പ്ലാറ്റ്ഫോമിൻ്റെ പേരുകളുണ്ട്. ചിലതൊന്നും നമുക്ക് വായിച്ചാൽ കിട്ടൂല, ചിലതൊന്നും നമുക്ക് മനസ്സിലാവില്ല. M3, 1, 2, 3 അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ എന്താണ് ഈ പ്ലാറ്റ്ഫോം? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കാറിൻ്റെ കാര്യം എടുക്കുകയാണ്, ഇതിൻ്റെ മേലത്തെ ഒരു ലെയർ എടുത്ത് ഒഴിവാക്കുകയാണെങ്കിൽ ആ ഒരു അടിയിലൊരു അവസ്ഥ ഉണ്ടാവില്ലേ, ഇത്ര ഈ എ പില്ലർ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ ഈ ഫ്രണ്ടിലുള്ള ഈ കാറിൻ്റെ എൻജിനൊക്കെ നിൽക്കുന്ന ആ ബേ, ഈ ടയർ നിൽക്കുന്ന ആ ബേ, ഈ ടയറിൻ്റെ ഈ ടണലും കാര്യങ്ങളും, ബാക്കത്തെ ടയറിൻ്റെ ടണലും കാര്യങ്ങളും, ആ സാധനത്തിനാണ് ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയാം. അത് കണക്ട് ചെയ്യാനുള്ള വീൽ ബേസിൻ്റെ ആ അടിയിലുള്ള ഫ്ലോറും ഉണ്ടാവില്ല, അതും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. നമുക്ക് വേണമെന്നുണ്ട് രണ്ട് പഴയ വണ്ടികൾ, നമുക്ക് എക്സാമ്പിൾ പറയാം, പഴയ വണ്ടി എന്നല്ല, ഒരു ഹാർഡ് കോർ ഓഫ് റോഡ് വണ്ടികളില്ലേ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ താറ്, ഫോർച്യൂണർ, ഇങ്ങനത്തെ വണ്ടികൾ, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷാസി ഉണ്ടല്ലോ, ഷാസി ഇവിടെ ഇറക്കി വെച്ചായിരിക്കും, അടിയിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, ആ പ്ലാറ്റ്ഫോമിൻ്റെ മേലേക്ക് ഇറക്കി വെച്ചായിരിക്കും. അതാണ് ഒരു ടൈപ്പ് ഉള്ളത്. അതിനെന്താ ബോഡി ഓൺ ഓൺ ഫ്രെയിം എന്നാണ് അങ്ങനത്തെ പ്ലാറ്റ്ഫോംസിന് പറയാട്ടോ. എന്താണ് പറയുക? ബോഡി ഓൺ ഫ്രെയിംസ് അല്ലെ ലാഡർ ഫ്രെയിംസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഹാർഡ് കോർ ഓഫ് റോഡിന് പറ്റിയ വണ്ടികളായിരിക്കും. ബോഡി റോളും കാര്യങ്ങളും കൂടുതലായിരിക്കും, കംഫർട്ട് കാര്യങ്ങളൊക്കെ ലെസ് ആയിരിക്കും. ഇപ്പോൾ ഇറങ്ങുന്ന കാറുകൾ നമ്മുടെ വിക്ടോറിയസ് ആണെങ്കിലും അതേപോലെ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ഹാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരുമിച്ചായിരിക്കും, ഒരേപോലെ ആയിരിക്കും. ഈ എന്താ പറയുക, മേലത്തെ ലെയർ താഴത്തെ ലെയർ എന്നുണ്ടാകും, ഒരുമിച്ചായിരിക്കും ഉണ്ടാക്കുക. അതാണ് വ്യത്യാസം. അതിലാകുമ്പോൾ ഉള്ള ലാഭം എന്താ വെച്ചാൽ നമുക്ക് കംഫർട്ട് കൂടുതലായിരിക്കും, മൈലേജ് കൂടുതലായിരിക്കും, അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതാണ് അതിന് മോണോകോക്ക് എന്ന് പറയും. ഇപ്പോൾ ഇറങ്ങുന്ന ഡിസൈനൊക്കെ മോണോകോക്കാണ്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പ്ലാറ്റ്ഫോം എന്താണെന്നുള്ളത്, പ്ലാറ്റ്ഫോം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഒരു വണ്ടിക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയോ 16,000 കോടി വരെ ചിലവാകുന്നുണ്ട് കേട്ടോ. അതായത് ഒരു 8,000 കോടി മുതൽ 16,000 കോടി വരെയൊക്കെയാണ് ഒരു പ്ലാറ്റ്ഫോം ഫ്രം ദ സ്ക്രാച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, പെട്ടെന്ന് കാറുകൾ ഇറക്കുന്നുണ്ടല്ലോ, ഒരുപാട് കാറുകളില്ല, സ്വിഫ്റ്റ്, മാരുതിക്ക് തന്നെ എത്ര കാറുകളുണ്ട്. അതെങ്ങനെയാണ് അപ്പം പ്ലാറ്റ്ഫോം പരിപാടി? അതാണ് പ്ലാറ്റ്ഫോം ഷെയറിങ്. അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഇനി അതേപോലെ ഇലക്ട്രിക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതെന്താ നല്ലതാണോ ചെയ്തതാണോ നമുക്ക് അടുത്തടുത്ത വീഡിയോസിൽ കാണാം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.